നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയിലിൽ വെച്ച് കണ്ടുമുട്ടിയ കൊലക്കേസ് പ്രതികൾ വിവാഹിതരാക്കുന്നു. ഇത് സിനിമയിലൊന്നല്ല, യഥാർത്ഥത്തിൽ നടക്കുന്നതാണ്. രാജസ്ഥാനിലെ ആൽവാറിലാണ് സംഭവം. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട യുവാവിനെ കൊലപ്പെടുത്തിയതിന് ശിക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയും അപ്പുറത്ത് 5 കൊലപാതകങ്ങൾ ചെയ്ത ഒരു യുവാവും വിവാഹിതരാകാനാണ് പോകുന്നത്. രാജസ്ഥാനിലെ അൽവാറിലാണ് സിനിമാ കഥയെ വെല്ലുന്ന സമാനമായ ഒരു സംഭവം നടക്കുന്നത്. പ്രിയ സേട്ട് എന്നറിയപ്പെടുന്ന നേഹ സേട്ടും ഹനുമാൻ പ്രസാദുമാണ് വിവാഹിതരാകുന്നത്. ഇരുവർക്കും വിവാഹിതരാകാനായി 15 ദിവസത്തെ അടിയന്തര പരോൾ രാജസ്ഥാൻ ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. 6 മാസം മുമ്പ് ഒരേ ജയിലിൽ കഴിയുമ്പോഴാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. പ്രിയ സേട്ട് നിലവിൽ ജയ്പൂരിലെ സംഖാനർ ഓപ്പൺ ജയിലിലാണ് ജീവപര്യന്തം തടവനുഭവിക്കുന്നത്. ഹനുമാൻ പ്രസാദ് ഇതേ ജയിലിലായിരുന്നു. 2018 രാജസ്ഥാനെ നടുക്കിയ ദുഷ്യന്ത് ശർമ്മ എന്ന യുവാവിന്റെ കൊലപാതക കേസിലെ പ്രതിയാണ് പ്രിയ സേട്ട്. ടിൻഡർ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ദുഷ്യന്തിനെ പ്രിയ തന്റെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് യുവാവിനെ തടങ്കലിലാക്കി പിതാവിനോട് 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. ഇതിൽ 3 ലക്ഷം രൂപ ലഭിച്ചു. അതിനിടെ ദുഷ്യന്തിന്റെ ഡെബിറ്റ് കാർഡുമായി പുറത്തുപോയ പ്രിയ ATM-ൽ നിന്നും പണം പിൻവലിച്ച് വലിയ അബദ്ധം ചെയ്തു. താൻ പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ കൂട്ടാളികളുമായി ചേർന്ന് ദുഷ്യന്തിനെ കൊന്ന് ശരീരം വെട്ടി കഷ്ണമാക്കി ട്രോളി ബാഗിൽ നിറച്ച് ഡൽഹിയിൽ വിജനമായ പ്രദേശത്ത് ഉപേക്ഷിച്ചു. കാമുകനായ ദീക്ഷന്ത് കമ്രയുടെ കടബാധ്യത തീർക്കാനായിരുന്നു ഇവർ ദുഷ്യന്തിനെ ബന്ദിയാക്കി മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്. അതാണ് ഇപ്പോൾ പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. മറുത്ത് ഒരു കുടുംബത്തിലെ 5 പേരെ വെട്ടിനുറുക്കിയ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് ഹനുമാൻ പ്രസാദ് ജയിലിൽ കിടക്കുന്നത്. തന്നേക്കാൾ 10 വയസ്സ് മുതിർന്ന തായ്ക്കൊണ്ടോ താരമായ സന്തോഷ് എന്ന കാമുകിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടത്തിയത്. 2017 ഒക്ടോബർ 2 രാത്രി ഇവർ ഭർത്താവിനെ കൊല്ലാൻ പ്രസാദിനെ വീട്ടിലേക്ക് വിളിച്ചു. പ്രസാദ് ഒരു സഹായമായി അവിടെ എത്തുകയും കശാപ്പ് കത്തി ഉപയോഗിച്ച് സന്തോഷിന്റെ ഭർത്താവ് ബൻവാരി ലാലിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. സന്തോഷിന്റെ 3 കുട്ടികളും അവരോടൊപ്പം താമസിച്ചിരുന്ന ഒരു ബന്ധുവും ഈ കൊലപാതകത്തിന് സാക്ഷിയായി. പിടിപെടുമെന്ന് ഭയന്ന സന്തോഷ് തന്റെ കുട്ടികളെയും ബന്ധുവിനെയും കൂടി കൊല്ലാൻ ആവശ്യപ്പെട്ടു. പ്രസാദ് അതെല്ലാം അനുസരിക്കുകയും ചെയ്തു. ആൽവാറിനെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകമായിരുന്നു അത്. അതേസമയം കൊല്ലപ്പെട്ട ദുഷ്യന്ത് ശർമ്മയുടെ കുടുംബം പരോളിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമായിട്ടുണ്ട്. സമൂഹത്തിന് വലിയ ഭീഷണിയായ ഇത്തരം കുറ്റവാളികൾക്ക് പരോൾ നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് വിമർശനം ഉയരുന്നത്.